ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 2 പാർട്ടുകളിലും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് മടങ്ങി വന്ന മകനെക്കുറിച്ചും യാക്കോബിനോട് ദൈവം പറയുന്നു, നീ നിന്റെ സ്വന്തം ദേശത്തിലേക്ക് മടങ്ങിപ്പോക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ പാർട്ടിൽ നമുക്കതിൻ്റെ തുടർച്ചയായിട്ട് വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ട ഒരു മെസ്സേജാണ് കേട്ടോ. നമ്മൾ വായിക്കുന്ന എല്ലാ വചനവും കണ്ടീഷണലാണ്. അതായത് നമ്മൾ തരുന്ന ഓരോ വാഗ്ദത്തങ്ങളും കണ്ടീഷണലാണ്. അപ്പോൾ ദൈവം പറയുന്നു, നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന്. നീ മടങ്ങിപ്പോയി, നീ ജന്മദേശത്തിലേക്ക് മടങ്ങിപ്പോയാൽ മാത്രമേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അനുഗ്രഹം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഓരോ കാര്യങ്ങളും ദൈവവചനത്തിൽ പറയുന്നതെല്ലാം കണ്ടീഷണലാണ്. അതായത് നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ ഉയർത്തും, അല്ലേ? നീ തന്നെത്താൻ താഴ്ത്തിയാൽ നീ ഉയർത്തപ്പെടും, അല്ലാതെ ഉയർത്തുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഓരോ കാര്യങ്ങളും കണ്ടീഷണലാണ്. അപ്പം നീ ഇങ്ങനെ ചെയ്താൽ മാത്രമേ, നീ മടങ്ങി വന്നാൽ മാത്രമേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ നടക്കാൻ കഴിയത്തുള്ളൂ, അല്ലേ? അപ്പം അതേ നമ്മുടെ വചനത്തിൽ തന്നെ അങ്ങനെ ഒരുപാട് എക്സാമ്പിളുകൾ പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് അവസരങ്ങളൊക്കെ ലഭിച്ചിട്ടും പലരും നിരസിച്ചു കളഞ്ഞു. ഞാൻ ആലോചിക്കുകയായിരുന്നു യൂദയുടെ കാര്യം. യൂദ ഒരു പാപം ചെയ്തു, യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു, അല്ലേ? അപ്പം യൂദ ഒറ്റിക്കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം യൂദയ്ക്ക് നല്ല അനുതാപം ഉണ്ടായിരുന്നു, അവന് കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു നിമിഷം ഈ യൂദ ഒന്ന് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിട്ട്, ദൈവമേ ഞാൻ തെറ്റ് ചെയ്തു പോയി കേട്ടോ, എനിക്ക് പെട്ടെന്ന് പൈസ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി, പെട്ടെന്ന് എൻ്റെ ആ പിശാചെൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു പോയി, ഞാൻ യേശുവിനെ ഒറ്റിക്കൊടുത്ത് പോയി, അല്ലേ? പത്രോസിനേക്കാളും വലിയ തെറ്റാണോ യൂദ ചെയ്തത്? അല്ല, പത്രോസും ദൈവത്തെ തള്ളി പറഞ്ഞിട്ടില്ലേ, കർത്താവിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യൂദ എന്ത് ചെയ്തു? തള്ളി പറഞ്ഞെങ്കിലും അവൻ മടങ്ങി വന്നില്ല. അവനൊന്ന് ദൈവത്തോടൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ, കർത്താവെ ഒന്ന് ക്ഷമിക്കുമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ദൈവം യൂദയോട് ക്ഷമിച്ചേനെ, ഇല്ലേ? അവൻ ആ ആത്മഹത്യ ചെയ്യുന്നതിന് പകരം, ചാവുന്നതിന് പകരം ദൈവത്തോടൊന്ന് ക്ഷമ ചോദിച്ച് നിരപ്പായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ദൈവം അവനോട് ക്ഷമിച്ചേനെ. അതുപോലെ തന്നെ കയ്യീൻ്റെ കാര്യം. കയ്യീൻ തൻ്റെ സ്വന്തം സഹോദരനെ കൊന്നു. എന്നിട്ട് ദൈവം വന്ന് ചോദിക്കുക, കയ്യീനെ നിൻ്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവൻ എന്താ ചെയ്യുന്ന അറിയാമോ? അഹങ്കാരത്തോടു കൂടി മറുപടി പറയുക. കാരണം എന്താ? ദൈവത്തിനറിയാം കയ്യീൻ എന്താ ചെയ്തത്, നമ്മൾ എന്താ ചെയ്തതെന്നൊക്കെ ദൈവം അറിഞ്ഞിട്ടായിരിക്കും വന്ന് ചോദിക്കുന്നത്. മോനെ നീ എന്താ ചെയ്തത്, മോളെ നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നത് എപ്പോഴാണ്? ദൈവം എല്ലാം കണ്ടിട്ടാണ്. ദൈവത്തിൻ്റെ കണ്ണിൽ ഒന്നും നഗ്നമായിട്ട് കിടക്കുന്നില്ല, എല്ലാം ദൈവത്തിന് കാണുന്നുണ്ട്. അപ്പം ദൈവം വന്ന് കയ്യനോട് ചോദിക്കുമ്പോൾ കയ്യൻ എന്താ? അഹങ്കാരത്തോടു കൂടി മറുപടി പറയുക. ലാസ്റ്റ് എന്താ സംഭവിച്ചത്? ശപിക്കപ്പെട്ടവനായിട്ട് കയ്യൻ പോയി, അവൻ്റെ ആത്മാവ് ശപിക്കപ്പെട്ടവനായി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒന്ന് മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ, ദൈവമേ ഞാൻ എൻ്റെ സഹോദരനെ കൊന്നുപോയി, പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയി, എനിക്ക് അവനോട് അസൂയ തോന്നി, ദൈവം അവനോട് മാത്രം പ്രസാദിച്ചുള്ളൂ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയതാ, എന്നോട് ക്ഷമിക്കണേ എന്ന് കയ്യൻ പറഞ്ഞിരുന്നു എങ്കിൽ ദൈവം അവനോട് ഉറപ്പായിട്ടും ക്ഷമിച്ചേനെ, അല്ലേ? ഉറപ്പായിട്ടും ക്ഷമിച്ചേനെ. പക്ഷേ എന്താ പ്രശ്നം എന്താണെന്നറിയാമോ? ഇവരൊക്കെ എന്താണ്, അവസരം ലഭിച്ചിട്ടും അവരൊക്കെ നിരസിച്ചു കളഞ്ഞു. നിങ്ങൾ ദാവീദിനെ ഒന്ന് നോക്കിക്കേ. ദാവീദ് ഒരു വലിയ പാപമാണ് ചെയ്തത്, ഒരാളെ കൊന്നുകളഞ്ഞു, അല്ലേ? കൊന്നുകളഞ്ഞ ശേഷം അതിനേക്കാളും വലിയൊരു പാപം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ദാവീദ് എന്ത് ചെയ്തെന്നറിയാമോ? നാഥാൻ പ്രവാചകൻ വന്നിട്ട് ദാവീദിനോട് പറയുക, ഇതുപോലെ ദാവീദെ നീ ഇങ്ങനെ ഒരു പാപം ചെയ്തു എന്ന് പറയുമ്പോൾ ദാവീദ് പറഞ്ഞു, അങ്ങനെ പാപം ചെയ്തവനെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ദാവീദ് പറയുന്നു, ഓക്കെ അങ്ങനെ പാപം ചെയ്തിട്ടുള്ളവനെ കൊന്നുകളയണമെന്ന്. ലാസ്റ്റ് നാഥൻ പറയുന്ന, ദാവീദെ നീ തന്നെയാണ് ഈ പാപമൊക്കെ ചെയ്തതെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ദാവീദ് പറയുക, ദാവീദിന് സഹിക്കാൻ പറ്റുന്നില്ല. എന്താ പറയുമോ? വേണമെങ്കിൽ ദാവീദിന് ആ പ്രവാചകനെ കൊന്നുകളയായിരുന്നു. പക്ഷെ ദാവീദ് അങ്ങനെ ചെയ്തോ? ഇല്ല. ദാവീദ് നെടുപ്പാട് വീണ് ദൈവത്തോട് കരഞ്ഞ് ക്ഷമ ചോദിച്ച ശേഷമാണ് 51-ാം സങ്കീർത്തനം എഴുതിയത്, അല്ലേ? അപ്പം നമ്മളും പലപ്പോഴും എന്തെന്നറിയാമോ, ഇതുപോലൊക്കെ തന്നെയാണ്. നമുക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നറിയാമോ, ആരെങ്കിലും വന്ന് നമ്മുടെ തെറ്റ് ഉണർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചില തെറ്റുകൾ ഉണർത്തി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമോ, കുഴപ്പമില്ല, കുറച്ച് നാളും കൂടി ഇങ്ങനെയൊക്കെ പോട്ടെ, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മാനസാന്തരപ്പെടാം, ഇപ്പം കുറച്ച് സമയമുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ അവസരം ലഭിച്ചിട്ടും നിരസിച്ച് കളഞ്ഞാൽ എന്തായിത്തീരും എന്നറിയാമോ? നമ്മുടെ അന്ത്യം വളരെ കഷ്ടമായിരിക്കും. അപ്പം ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താ നോക്കിക്കേ, ഇസഹാക്കിന് മകനായ യാക്കോബിന് എന്താ ലഭിച്ചത്? അവൻ്റെ മുടങ്ങിപ്പോയ പല വാഗ്ദത്തങ്ങളും നിറവേറിയത് ഈ അവൻ മടങ്ങി വന്നതുകൊണ്ടാണ്, ഇല്ലേ?
ആ മകൻ മുടിയനായ പുത്രൻ മടങ്ങി വന്നതുകൊണ്ടാണ് അവൻ മകൻ എന്ന പദവി തിരികെ കിട്ടിയതും അവനെ മോതിരം അണിയിച്ചതും അവനെ അധികാരം കൊടുത്തതും ഒക്കെ എപ്പോഴാണ്? അവൻ മടങ്ങി വന്നതുകൊണ്ടാണ് അല്ലേ? അതുപോലെ മടങ്ങി വന്ന അനേകർ വചനത്തിൽ പറയുന്നുണ്ട് കേട്ടോ. നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം ആ മകന് കിട്ടിയില്ലേ? അതുപോലെ നമ്മളും ആരാണെന്നുള്ള യഥാർത്ഥ ബോധ്യം നമുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളും മടങ്ങി വരണം. പത്രോസ് അകലം വിട്ട് അനുഗമിച്ചു എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനൊരു പ്രസംഗത്തിൽ കേട്ടതാ. പത്രോസ് അകലം വിട്ട്, എത്ര അകലം വിട്ട് അനുഗമിച്ചു എന്ന് നമുക്കറിയത്തില്ല. ചെറിയ അകലമാണോ വലിയ അകലമാണോ നമ്മൾ ദൈവവും തമ്മിലുള്ളതെന്ന് നമ്മളൊന്ന് സ്വയം സെൽഫ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളും ദൈവവുമായിട്ടുള്ള അകലം കൂടുന്തോറും എന്താ സംഭവിക്കുന്നത്? നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ദൈവമേ ഇതെന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ദൈവം പറയും, ഇത്രയും നാൾ നീ എവിടെയായിരുന്നു? നീ ആദ്യം മടങ്ങി വരാനേ പറയത്തുള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനുഷ്യരാണെന്നറിയാമല്ലോ. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് തെറ്റുകൾ വരും. പക്ഷെ ഒരിക്കലും നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും ദൈവം തന്നെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുത്തുന്ന ദൈവമല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ദൈവം ഒരിക്കലും നമ്മുടെ പാപത്തിന് തക്കവണ്ണം പ്രതികാരം ചെയ്യുന്നില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം പകരം ചെയ്യുന്ന ദൈവമല്ല. അവൻ നമ്മുടെ പാപങ്ങൾക്ക് അതിക്രമങ്ങൾക്ക് തക്കവണ്ണം പ്രതികാരം ചെയ്യുന്നവനല്ല. എബ്രായ ലേഖനം വായിച്ച് അതിൻ്റെ 8-12 നമ്മൾ കാണുന്നു, നമ്മൾ ചെയ്ത പാപങ്ങൾ, നമ്മൾ ക്ഷമ ചോദിച്ച കാര്യങ്ങൾ ദൈവം പിന്നെ ഓർക്കുന്നു പോലുമില്ല. ദൈവം അവിടെ വെച്ച് മറന്നു കളയുക. നീ 1999 എന്ത് പാപം ചെയ്തു എന്ന് ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം പറയും, മോളെ ഞാൻ ഓർക്കുന്നില്ല. നീ അന്ന് ചെയ്ത പാപം നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അത് ഓർക്കുന്നില്ല എന്ന്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവം എന്നറിയാമോ? പലപ്പോഴും നമുക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുഴപ്പം. നമ്മളെപ്പോഴും പത്രോസിനെ പോലെ അകലം വിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ അനുഗമിക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളും ദൈവം തമ്മിലുള്ളൊരു അകലമുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, നീ നിൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങിച്ചെന്നാൽ എന്ത് ചെയ്യും? അപ്പൻ 2 കൈ നീട്ടി നിന്നെ സ്വീകരിക്കും. നിന്നെ ഒരിക്കലും നീ ചെയ്ത പാപങ്ങളോ ഒന്നും ഓർത്ത് നിന്നെ കുത്തി പറയുകയോ നിന്നെ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. പക്ഷെ എന്താ പറയുന്നത്? അപ്പൻ എന്താ ചെയ്യാന്നറിയാമോ? നിന്നെ പഴയതിനേക്കാളും ഒരുപാട് അധികം നിന്നെ ഇരട്ടിയായിട്ട് സ്നേഹിക്കത്തേ ഉള്ളൂ അല്ലേ? ഒരു മനുഷ്യൻ, അതായത് നമ്മുടെ മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു മകൻ തെറ്റിപ്പോയിട്ട് അവൻ മടങ്ങി വരുമ്പം ലോകത്തിലെ പിതാവാണെങ്കിലും എന്ത് ചെയ്യും? ആദ്യം അവനെ ശകാരിക്കും, അവനെ വഴക്ക് പറയുകയും കുറ്റം പറയുകയൊക്കെ ചെയ്താലും പക്ഷെ അവനോട് കുറച്ചും കൂടെ സ്നേഹം കാണിക്കും. കാരണം ഇനി അവൻ മടങ്ങിപ്പോയാലോ എന്നുള്ള പേടി കാരണം അപ്പൻ അവനോട് കുറച്ചും കൂടെ സ്നേഹം കൊടുക്കും അല്ലേ? അതുപോലെ ദൈവം നമ്മളെ ഇരട്ടിയായിട്ട് സ്നേഹിക്കുകയുള്ളൂ. ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല. അപ്പോൾ ഈ വചനങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ ഈ വചനങ്ങളൊക്കെ ധ്യാനിച്ച്, ഓരോ തവണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ വചനങ്ങളൊക്കെ ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.